ഡ്രാമ കഴിഞ്ഞ് ഇപ്പോഴാണ് ഗായ്സ് കണ്ടുമുട്ടുന്നത്. എന്റെ വ്ലോഗ് ശരിക്കും ഞാൻ തന്നെ മറ്റേ 2x ഇട്ടിട്ട് കാണുമ്പോഴായിരിക്കും വരാത്ത ആൾക്കാർ കാണിച്ചു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ക്യാമറ ഓഫ് ആക്കി റിയൽ ആയിട്ട് പറഞ്ഞു. അയ്യോ അയ്യോ എടാ ഇത് പോയടാ. ഷുഗർ കട്ടല്ലേ ഇതെന്നാ ഇത്? വന്നിട്ട് ഇത്ര ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായി വ്ളോഗ് ഇട്ടിട്ട് 2 ആഴ്ച ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ പേര് ചോദിച്ചു എന്താ വ്ളോഗ് ലേറ്റ് ആവുന്നതെന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. ഐ എം സോ എക്സൈറ്റഡ്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര മീൻസ് ഇവിടെ വന്നിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇത്ര ലേറ്റായിട്ട് അവളെ വീട്ടിൽ പോകുന്നത്. ആൻഡ് എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഫ്രണ്ടിനെ കാണാനല്ല, അവളുടെ അമ്മേനെ കാണാനാണ്. ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ജിജി അമ്മ. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഷീസ് ലൈക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും പ്യൂറസ്റ്റ് സോൾ, ഭയങ്കര ഇന്നസെൻറ്റ്, അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഐ ലവ് ഹർ സോ മച്ച്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ജിജി അമ്മേനെ കാണുന്നതുകൊണ്ട്. ഐ ആം ഗോയിങ് ടു മീറ്റ് മൈ നീതു ബെന്നി. അപ്പോൾ ഇവിടെ വന്നിട്ട് ആഫ്റ്റർ ഓൾ ദ ഡ്രാമാസ് ആൻഡ് ഓൾ ഫൈനലി ഞങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്യാൻ പോവാണ്. ഐ എം സോ എക്സൈറ്റഡ്. എനിക്ക് അവളുടെ റിയാക്ഷൻ കാണണം. ഫസ്റ്റ് എന്നെ കാണുമ്പോൾ എന്തായിരിക്കും. ഷീ വിൽ ബി മാഡ് അറ്റ് മീ ഫസ്റ്റ്, ഉറപ്പായിട്ട്. ഫസ്റ്റ് ചിരിക്കും, ദെൻ അവളുടെ എന്താ പറയുക ആ ഒരു സ്ഥായി ഭാവം വരും. പുച്ഛമാണ് ഞങ്ങളുടെ 11ൻ്റെ സ്ഥായി ഭാവം. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് അവളെ വീട്ടിൽ പോവും. സോ യാ, ഐ എം സോ എക്സൈറ്റഡ്. മൈൻഡ് ചെയ്യാണ്ട് പോകുന്നു. അപ്പോഴേ എനിക്ക് ഈ അപകടം മണത്തിന് ഞാൻ എലവനെ കണ്ടു. ഇവിടെ ഇങ്ങനെയൊന്നല്ല റിസപ്ഷത്തിന് ഫസ്റ്റ്. അപ്പൊ എല്ലാരും കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. എടി ഞാൻ നിന്റെ പുച്ഛഭാവം എടുക്കാൻ വേണ്ടിട്ട് ഇൻട്രോ ഒക്കെ കൊടുത്തിയാ. അത് പുച്ഛഭാവം ഇട്ട് കാണിച്ചോ? എന്റെ 11ൻ്റെ സ്ഥായി ഭാവം ഇങ്ങനെയാണ്. ഇങ്ങനെ ആഫ്റ്റർ ഞങ്ങളൊരു ഡ്രാമ കഴിഞ്ഞ് ഇപ്പോഴാണ് ഗായ്സ് കണ്ടുമുട്ടുന്നത്. ഞാൻ കുറച്ച് സാധനമായിരുന്നു. എന്നൊരു ദേഷ്യം അതാ അതാ ഓക്കെ പറ അതല്ല ദേഷ്യം. ഇതൊന്നും ഓഫാക്കുക. ടെൻഷനാക്കിയത് രസമില്ല. കുഴപ്പമില്ല, രസമുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെക്കണോ? അതെന്താ അറിയോ, നിന്റെ അവിടെ നിന്ന് ലൈറ്റ് രസമില്ല. കുറ്റം കണ്ടുപിടിച്ചത് 11ആണ്. അത് കുഴപ്പമില്ല, പറഞ്ഞു ഞാൻ കട്ട് ചെയ്തോളാം. എന്താ പറയുക, നീ ഇങ്ങനെയാ സംസാരിക്കുവാന്നാ? ഞാനിപ്പോ ഈ വ്ളോഗിൽ ഞാൻ സ്പീഡിൽ സംസാരിക്കും. കഴിഞ്ഞ വ്ളോഗിൽ നീ എപ്പോ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇപ്പോന്ന് വ്ളോഗ് എടുക്കുന്ന പോലെ ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് അല്ലല്ലോ. ഞാനിത് മണത്തറിഞ്ഞു. എന്റെ ഇൻട്രോ കൊളായി. ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ട് വന്നറിയാ. ഇൻട്രോ മാത്രം. ഈ ഡ്രസ് ചെയ്തത് കൊള്ളാലോ.
എബിന്റെ വാച്ചിന് എത്ര ഫാൻസാണല്ലോ. എന്നിട്ട് കുറേ പേര് ചോദിച്ചു. എങ്ങനെ ഇതില് വീഡിയോയില് കണ്ടിട്ടാ? അല്ല, ഡയറക്റ്റ് ചോദിച്ച്. മീൻസ് വൈറ്റ് വാച്ച് അധികം അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ. ടോട്ടൽ എല്ലാരും ബ്ലാക്ക് വൈറ്റ് അടിപൊളി കളറാണ്. പറ. അപ്പൊ ഇതെന്തായാലും ഓൺ അല്ലായിരുന്നോ? ഞാൻ ആക്ട് ചെയ്തോണ്ടിരുന്നു. ഈ പോസ്റ്റ് ഞാൻ കട്ടിയില്ല. ആക്ട് ചെയ്തോണ്ടിരിക്കും. ഇത് മറ്റേ പേളിമാണി പറയുന്നത് പ്രൊമോ ആണെന്ന്. ഞാൻ ഇട്ടോട്ടെ പ്രൊമോ ഇട്ടോട്ടെ എന്നൊക്കെ ഗൗതമേനോട് ചോദിച്ചില്ലേ? ഇതിന്റെ വൈറ്റ് ഞാൻ ഓഫ് വൈറ്റ് നോക്കിയപ്പോ ഓഫ് വൈറ്റ് എനിക്കുണ്ട്. ഓഫ് വൈറ്റ് നോക്കിയപ്പോ നന്നായി ഇട്ടിട്ട് വന്നത്. എന്നിട്ട് എന്താ കുട്ടി ചോദിച്ചത്? എടി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഭയങ്കര തിരക്കായിരുന്നേ. എന്നിട്ട് ഒരു ചേട്ടൻ ഐഡന്റിഫൈ ചെയ്താ? അല്ല, ഒരാൾ എന്നെ ഐഡന്റിഫൈ ചെയ്ത് ജിമ്മിലുള്ള എന്നോട് പറഞ്ഞ് യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പോ കണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ടോന്ന് വെച്ചു. അപ്പത്തേക്ക് ഞാനിങ്ങനെ എടി ഇതാ മറ്റേ ഏതോ ഒരു ലുക്കില്ലേ? ഏത് കൊറിയൻ അല്ല ഞാൻ പയ്യെ കുടിക്കുന്ന. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ സ്പീഡ് ഫുഡ് കഴിക്കുന്ന ആളാന്ന് പറഞ്ഞപ്പോ ജിജി അമ്മ പറഞ്ഞു എന്നാ എന്തോ പറഞ്ഞത് തള്ളി മറിക്കല. ഞാൻ ഞാൻ സ്ലോ ആയിട്ടാ കഴിക്കും കേട്ടോ. ചില സമയത്ത് ഫുഡ് കഴിക്കുന്നതാണോ നീ പറഞ്ഞത്? വെറൈറ്റി ഫുഡി ആണെന്നായിരിക്കും പറഞ്ഞത്. ഞാൻ ഓർത്തെ ഇനി അതിന് മര്യാദക്കുള്ള വ്ളോഗ് കാണും. പക്ഷേ ഇല്ലേ, പക്ഷെ എന്റെ വ്ളോഗ് ശരി ഞാൻ തന്നെ മറ്റേ 2x ഇട്ടിട്ട് കാണുമ്പോഴായിരിക്കും. എന്നിട്ട് ഞാൻ മോശമല്ലേ ഞാൻ മണ്ണിലിട്ട് കഷ്ടപ്പെട്ട് കാണുമൊന്നും വേണ്ട. സ്ലോ ആണെങ്കിൽ നിങ്ങൾ എന്താ 2x ഇട്ടിട്ടുണ്ടോ? സെൻസിറ്റീവ് കണ്ടന്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇത് കട്ട് ചെയ്തു. ഞാൻ ജിജി അമ്മയ്ക്ക് ഒരു ഇൻട്രോ ചെയ്ത് കൊടുത്ത്. പ്യുവറസ്റ്റ് സോൾ. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും പ്യുവറായിട്ട്, അത്രയും പ്യുവറായിട്ടുള്ള ആ അമ്മയ്ക്ക് എങ്ങനെ ഇത്രയും വൃത്തികെട്ട മകളുണ്ടാവില്ലേ? എന്നിട്ട് ഞാൻ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇത്തരം കാണിച്ചിട്ട്. അതെ, അതത്രേ ഉള്ളൂ. ഒരു ഫ്ലാഷിലും വണ്ടി വാങ്ങിയെന്ന് പറയുന്നുണ്ട്. വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീമോള്. ശരിക്കും മതിയായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് വന്ന പാടെ അച്ഛനോട് ഇവിടെ ദേഷ്യം. ഇത് നമുക്ക് മറ്റേ കുറച്ച് സ്പീഡിലാക്കി ഈ മസാജ് എന്നിട്ട് ഞാൻ എടുക്കാം. അത് വേണ്ട. ഈ ക്യാമറയിൽ വരൂല, എന്റെ വ്ലോഗില് വരൂല. ഞാനൊന്നും വരൂലേ? സ്വഭാവം ഇന്ന് ഞാൻ യാത്ര പോയത് കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എവിടെയോ പോയേ? ചെറുപുഴ. എന്റെ ഫ്രണ്ടിന്റെ, എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് വീട്ടില്. അവിടെ ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒറ്റ പോക്കാം. എന്നാ അടിപൊളി ട്രിപ്പായിരുന്നു അറിയാമോ? എന്താ ചെയ്തേ? ചിരിച്ച ഒരു വഴിക്കായിരുന്നു. ഊക്കിയതായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ലാസ്റ്റ് വൈകുന്നേരമായി വന്നപ്പോ അതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഉണ്ടാക്കാൻ സമയമില്ലല്ലോ. പിന്നെ പോയിട്ട് വന്നതിന് ശേഷം എന്നെ എന്തെല്ലാം പറഞ്ഞിട്ട് വിളിച്ചേ? ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. എനിക്ക് കാണാൻ കൊതിയായിട്ട്. എന്നിട്ട് സ്നേഹം കാരണം എനിക്ക് ഞാൻ വരാൻ നേരത്ത് ഫ്രണ്ട്സിനെ കാണാൻ പോയി. ഞാൻ 2-3 ആഴ്ചയായില്ല നിന്നെ വിളിക്കുന്നേ. നീ വന്നില്ലല്ലോ. നീ അവിടെ വന്ന് ചാടിയിട്ട് എനിക്ക് കാണാൻ കിട്ടി. ഇങ്ങനെ എന്തായിരുന്നു അവസ്ഥ? എന്നിട്ട് നീ വരാതിരുന്നില്ലേ? എന്നിട്ട് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കി തരൂ. കഴിഞ്ഞ ആഴ്ച എന്തായാലും വരെ നോക്കിട്ട് ഇരുന്നിട്ട് കഴിഞ്ഞ ആഴ്ച നീ എറണാകുളം പോയില്ലേ? എനിക്ക് വിഷമായി ഭയങ്കര. എന്നാലും വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്.
ജിജിയമ്മേനെ ഇഷ്ടപ്പെട്ട എല്ലാരും താഴെ ജിജിയമ്മ 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 എന്ന് കമന്റ്. ഇവളെന്റെ പൊന്നു മുത്ത, ചക്കര മുത്ത്. അയ്യോ, ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇവള്. ഇന്നപ്പോ എങ്ങനെ ഫുഡ് കഴിച്ചെന്ന് പറ. രാത്രിക്ക് ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാ പിന്നെ ഒരു 11:30-12 മണി വരെ ഇരിപ്പാണേ. നാട്ടുകാരെ കുറ്റം പറഞ്ഞിരുന്ന പിന്നെ ചോറുണ്ട് എല്ലാം കഴിഞ്ഞ് പാത്രം കഴുകുന്നവരൊന്നറിയോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴിച്ച് ഇവളുടെ ഡ്യൂട്ടി. അല്ല, എനിക്ക് വേണ്ടിയിട്ട് എന്നെ 2 ആഴ്ചയായിട്ട് വിളിക്കുന്നത്. മേ ബി ഇവിടെ 2 ആഴ്ചത്തെ പ്ലേറ്റ് ഉണ്ടാവും കഴുകാൻ. അപ്പൊ അത് വെച്ച് ഇവിടെ പാത്രം എല്ലാം കഴിക്കുള്ളൂ. അതെ, പാത്രം എല്ലാം കഴുകി ഇതെല്ലാം കിടക്കുമ്പോഴത്തേക്ക് 1 മണിയെല്ലാം ആവുമായിരുന്നു നേരത്തെ വരുന്ന സമയത്ത്. എന്നിട്ട് രാവിലത്തെ കാര്യം പറ. രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് പിന്നെ പള്ളിയിലെല്ലാം പോകും. വന്നിട്ട് പിന്നെ ഭക്ഷണം എല്ലാം ആക്കി ഇവിടെ ഉച്ചയാകാറായി എഴുന്നേറ്റ്. എന്നിട്ട് ഫുഡോ? എന്നിട്ട് എഴുന്നേറ്റ് വരുന്ന പാടെ അപ്പം കറിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണും. അതെല്ലാം കഴിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ അന്നത്തേക്ക് എന്റെ ചോറും കറിയെല്ലാം ആയിട്ടുണ്ടാവും. പിന്നെ വർത്താനം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. അതെ. എന്നിട്ട് ഇതെല്ലാം കഴിച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ ചില ദിവസം ഇവിടെ ചോറ് ഉണ്ണിയല്ല. അങ്ങനെ പറയട്ടെ. ഞാൻ ഫുൾ ടൈം മറ്റേ ഡൈനിങ് ഹാളില് ഒരു ചെയറിൽ ഞാനും ഭക്ഷണവും. എപ്പോ ആരിവിടെ വന്നാലും ഞാനവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു. പോയാ പിന്നെ ഇവള് പോകുമ്പോ ഭയങ്കര വിഷമാണ്. ഇവക്കും വിഷമാണേ. അയ്യോ, കണ്ണെല്ലാം നിറഞ്ഞു വരും അല്ലേ? അതെ അതെ അതെ, ശരിയാ ശരിയാ. അതാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കൊറേ ദിവസത്തേക്ക് ഇങ്ങനെ എന്തോ ഒരവസ്ഥയാണ്. ഞാനൊരു സംഭവം തന്നെ. എന്റെ ബ്ലോഗിൽ വരാത്ത ആൾക്കാർ കാണിച്ചു ഇവിടെ എന്ത് സോഫ. എന്റെ ബ്ലോഗിൽ വരാൻ ആർക്കും ഇഷ്ടമില്ല ഗൈസ്. ഇതാണ് ആൽബിക്കുട്ടി. അലക്സ, ഈ വീട്ടിലെ അലക്സ. അലക്സ എന്നൊക്കെ പറഞ്ഞത് മറ്റു സാധനം. എന്താ? ഞാൻ ഈ വീടിന്റെ ഇതാണ് 11. ഒന്നും പറയാനില്ല. കാണിക്കുന്ന സ്ലീവ്ലെസ് എന്നൊക്കെ. ജിമ്മിൽ പോയിട്ട് വന്ന വഴിയാണ്. അതെ അതെ അതെ, കരി പിടിച്ച ആൽബി ജിമ്മിൽ പോയിട്ട് വന്ന വഴിയാണ്. അതല്ല, കിബി കിട്ടുന്ന പൈസയും കൊണ്ട് ഞങ്ങളുടെ വീട് പെയിന്റ് അടിക്കും. അതെ അതെ അതെ. നിനക്ക് എന്താ പറയാനുണ്ടോ? ഇതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നു. വളരെ ഇത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതിന് ലാസ്റ്റ് ഒന്നുകൂടി പറയണേ. ഞാൻ ഒരു കാര്യം പറ്റി, കട്ടൻ കാപ്പിയില് ഷുഗർ ഇടാതെ കൊള്ളില്ലട്ടോ. നിങ്ങളുടെ ഷുഗർ കട്ടോളികൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഷുഗറാ കഴിച്ച്. അല്ല, കട്ടൻ കാപ്പി വേണ്ടെന്നോ? അവളാ ഷുഗർ കട്ട് എന്ന് പറഞ്ഞ കിടന്ന് പ്രാർത്ഥിക്കുന്നേ. ഈ ഷുഗർ കട്ടല്ല. ആ, പക്ഷെ ഇടയ്ക്ക് 5 തിന്നു, 5 എണ്ണല്ലോ ഒരുമിച്ച്. അതറിയോ, ഞാൻ ഷുഗർ കട്ടിന് സമയത്ത് ചായ മധുരം ഇടാണ്ട് കുടിച്ചിട്ട് ഇപ്പൊ എനിക്ക് മധുരം ഇട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ബാക്കിയൊക്കെ തിന്നുന്നുണ്ട് ഷുഗർ. ഒരു കാലം ചോറല്ലോ. ഇതെന്താ? കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി ആരാ വെച്ച കട്ടൻ കാപ്പി ഫ്ലോപ്പ് ആയിരിക്കും. കുടിക്കണ്ട. ഓക്കെ നീതു, നിന്റെ പുച്ഛഭാവം കാണിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. ഇല്ല, പ്ലീസ് 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 പ്ലീസ്. റിയൽ നീതുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഓൺ ആക്കുമ്പോ ഇവള് മാസ്ക് ഇടുന്നു ഗായ്സ്. ഇങ്ങനെ ഒന്നല്ല ഇവള് ശരിക്കും ഇങ്ങനെ ഒന്നല്ല ഗായ്സ്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ? അങ്ങനെ നീ ഡാർക്ക് ഹ്യൂമറാണ്. വീഡിയോ എടുക്കുന്നുണ്ട്. മതി മതി. ഇനി റിയൽ ആയിട്ടുള്ള അലക്സ വരും പാത്രം കഴിക്കണ്ടല്ലേ. കൊണ്ടൊക്കെ പോകുമ്പോ അപ്പം കള്ളപ്പം
കള്ളപ്പം, പൊറോട്ട. ഇനിയിപ്പോൾ ലക്ഷദ്വീപിലെ ആൾക്കാർ ആ വ്ളോഗർ കള്ളപ്പം തിന്നു പറയും. പറഞ്ഞു കൊടുക്കാം, അതിൻ്റെ കൂട്ട് പറയും. ഈസ്റ്റപ്പാണ്, കള്ളപ്പല്ല. അപ്പം അരി വെള്ളത്തിലിട്ടിട്ട് തേങ്ങ, ചെറിയ ഉള്ളി, ജീരകവും കൂടെ അരച്ച് ചേർക്കുക. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് അരയ്ക്കുന്ന സമയത്ത് തേങ്ങാ വെള്ളത്തിനകത്ത് ഈസ്റ്റ് ഇട്ടിട്ട് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അത് ഇങ്ങനെ നേരത്തെ ഇട്ട് വെക്കണം. എന്നിട്ട് ഇങ്ങനെ പൊങ്ങി വരൂലേ? എന്നിട്ട് അത് അതിലോട്ട് ഒഴിച്ചെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരച്ചാൽ മതി. എന്നിട്ട് അത് രാത്രിക്ക് അരച്ച് വെക്കുക. ഒരു 10-11 മണിയാകുമ്പോൾ അരച്ച് വെച്ചാല് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലോണം പൊങ്ങി വരും. എന്നിട്ട് ഇങ്ങനെ ചുടുക. അതെ, അതാണ്. ഞാൻ പിന്നെ ഇതിപ്പോ എളുപ്പത്തിന് 3 അങ്ങ് ചുടുന്നേ ഉള്ളൂ. ഞാൻ 5:30 എണീറ്റതുകൊണ്ട് ഇപ്പഴാ ചായ കുടിക്കുന്നത്. അതെ, 5:30 എണീറ്റതുകൊണ്ട് ഇപ്പഴാണ് ചായ. അതെ, ഇന്നലെ വലിയ ഡയലോഗ് ആക്കിയതാ. അതെ, അല്ല ഇന്നലെ നേരം യാത്രാക്ഷീണമൊക്കെ ഇല്ലേ, അതുകൊണ്ട് ജലദോഷം പിടിച്ചു. അതെ, ഇപ്പൊ വേഗം ചായ കുടിച്ചിട്ട് ആവിയൊക്കെ പിടിച്ചോ. അതെ, അതെ, നേരം എല്ലാം ഓക്കെ ആയിക്കോളും. ഓക്കെ. ഇന്നെന്താ പരിപാടി? ഇന്ന് നമ്മള് എടക്കാനും പോകുന്നുണ്ട്. എടക്കാനല്ലല്ലോ, പിന്നെ സ്ഥലം മാറ്റിയില്ലേ. ഇന്നൊരു സ്ഥലത്ത് നെല്ലിക്കാമ്പോയില് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാവണപ്രഭു കാണാൻ പോകുന്നുണ്ട്. പിന്നെന്താ, അത്രയൊക്കെ തന്നെ. അതിന് വലിയ വലിയ കണ്ടന്റ് ആയിരുന്നു. ഒരു ഇപ്പൊ സമയം എത്രയാ? 9:45. ഞാൻ ഇവിടെ നിന്ന് എണീക്കുമ്പോ 12 മണിയാവും ഇത് കഴിച്ചിട്ട്. തുടങ്ങട്ടെ. നിനക്കുണ്ടല്ലോ മറ്റേ ഈ ഡേ ലൈഫില്ലേ, അത് അങ്ങനത്തെ എടുത്തിട്ട് റീൽ ഇട്ടൂടെ? മറ്റേ സ്പെഷ്യലാണ് ഇത്. ഇതെന്താന്ന് അറിയാമോ? കണ്ണൂരത്തെ സ്പെഷ്യലാ മസറാണി. അങ്ങനെ പറഞ്ഞിട്ട് അത് ആരും നോക്കിയില്ലെങ്കിൽ പിന്നെ പണിയാവില്ല. ഇതാണ് കപ്പ ബിരിയാണി. അതെ, എല്ലും കപ്പയല്ലേ ഇത്? രണ്ടും ഒന്ന്. ഓക്കെ, ഗസ്റ്റ് ഇവിടെ ബെസ്റ്റ് ഫുഡാണിത്. ഫേവറേറ്റ് ഫുഡ്. ഫേവറേറ്റ് ഫുഡ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇതങ്ങ് ആക്കിയേക്കാന്ന് ഓർത്തു. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോഴത്തേക്ക്. ഇതൊരു പിടി പിടിക്കാന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. നീ ഇത് തിന്നിട്ട് 4 മണിക്ക് അവിടെ. അതെ, 4 മണിയാകുമ്പോ സൂം ചെയ്യും. കപ്പേനെ ഫോക്കസ് ചെയ്യണം, നിന്നെ ഫോക്കസ് ചെയ്യണം. ഇത് ചൂടുവെള്ളം വേണോ? ചൂടുവെള്ളമല്ല, സാധാ വെള്ളം മതി. ഞാൻ നിന്റെതിടാ. നീ തിന്നിട്ട് പ്ലീസ് തിന്നോ. എങ്ങനെയുണ്ട്? ക്യാമറ ഓഫ് ആക്കി റിയൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇരിക്കുന്നേ ഉള്ളു ഗൈസ്. ഓക്കെ, ഇരുന്നിട്ട് കഴിച്ചിട്ട് പിന്നെ നമുക്ക് സന്തോഷമായിട്ടുണ്ട്. മോസ്റ്റ് സപ്പോർട്ടീവ് ഫ്രണ്ട്. എന്താ ചെയ്യണം? തിന്നിട്ട് തിന്നോ. തിന്നാലും എനിക്ക് എക്സ്പ്രഷൻ വരില്ല. പുച്ചായിരിക്കും തിന്നിട്ട്. ഇങ്ങനെ ആയിരിക്കും പറയണ്ടേ. കൊള്ളാം. ഫിറോസ്ക പറയുന്ന പോലെ. അയ്യോ, അമ്മയെല്ലാം അഭിനയിച്ചിട്ട് എല്ലാം റിയൽ ആയിട്ട് നല്ല ടേസ്റ്റ്. ഓക്കെ, അമ്മേന്റെ റിയാക്ഷൻ അമ്മ വെച്ചല്ലങ്ങപ്പ ഇപ്പൊ എന്റെ ചാനലായ മാമനൊട്ടു നോക്കും. കല്ലിപ്പെണ്ണാണേ എന്റെ ചുണ്ടിൽ ഇപ്പാണ് കണ്ടത് ജിജീനെ. ജിജീന്ന് വിളിച്ചേ.
ആയിട്ട് ട്രോളിന് ആദ്യ ഓട്ടു ജിജമ്മ ഓട്ടു ജിജീന്ന് വിളിച്ചേ ആൽബിന്ന് വിളിക്ക്. ആൽബി എവിടെ? വിളിച്ചിട്ട് പോന്ന്. അത് അമ്മേനെ നോക്കി വരുന്ന നമ്മൾ എവിടെയാ പോന്നെ? ഡോറ എവിടെയാ പോന്നെ? അവളെ നോക്ക്. അയ്യോ നിങ്ങളെന്താ ഇങ്ങനെ നോക്കോ? നിങ്ങളല്ല നീ. ഇവളും കുറച്ച് അങ്ങനെയാണ്. നമ്മള് സ്കേർട്ട് ടോപ്പ് കൂട്ടി. അയ്യോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മീറ്റ് ആരാ? ബ്രാൻഡ് നെയിമാണ്. KK സിറ്റിയിലെ AKR. ഞാനിപ്പോഴുള്ളത് KK സിറ്റിയിലാണ്. എലവന്റെ ഫേസ് സെറ്റ് ആയി. നാളെ ഡ്രൈവർ സപ്പോർട്ട് നിങ്ങൾക്കൊക്കെ നീതു. ഹായ്. ഇപ്പൊ ഞാൻ അതുമായിട്ട് ഉണ്ണിമാഷിന്റെ ആൽബി ഒരു പാട്ട് പാട്. ഉണ്ണിമാഷിന്റെ അവിടെ ഒന്ന് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ആദ്യം ആരാ പിന്നെ എന്നിട്ട് കുറച്ച് നാള് മാസം പോയിട്ടു ആകെ. അതാ പറഞ്ഞ അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഞാൻ ഇതുവരെ നിന്റെ ക്ലിനിക്കിൽ കണ്ടു കണ്ടു. കാണാൻ മാത്രം അയ്യോ അതൊന്നും ഇടരുതേ. അവിടെ പീപ്സ്. 4:30. 4:30 ആയതുള്ളൂ. ഇഷ്ടം പോലെ. എന്താ പറ, സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പർ ഡാ. ഓ സീൻ തന്നെ. ചെളിണ്ടാവും. ആൽബി നിന്റെ വൈറ്റ് ജീൻസ് ആണ്. നല്ല സ്ഥലം. നോക്ക് പൂമ്പാറ്റകള് പറഞ്ഞു നടക്കുന്നു. തുമ്പിയാണ്. പൂമ്പാറ്റയിൽ നിന്നാണ് തുമ്പി ഉണ്ടാകുന്നതെന്നാണ് പഴമൊഴി. ഇങ്ങനെ ഇട്ടില്ല. എന്നിട്ട് നുസ എന്നോട് അന്ന് ചോദിച്ചു ഇതൊക്കെ ഏതാ സ്ഥലം ഇത് നുസ കണ്ടുണ്ടായി. പക്ഷെ എന്റെ ക്യാമറ ഇതിലുണ്ട്. സീന് ഫ്രെയിം നോക്ക്. നമ്മളീ മറ്റേ ഫോട്ടോ ഇന്ന് രാത്രി വരെ ഇത് കേൾക്കേണ്ടി വരും. കണ്ടാ ഞാൻ കൊണ്ടുപോയ എടാ ഇത് പോയടാ. എടാ ഫുള്ള് ചെളിയായി. ഉണ്ടാകാൻ പാടത്തെ ഇത് മറ്റേ കൊയ്ത്ത് കഴിഞ്ഞ ഓടിക്കോ. മമിതേന്റെ ഒരു വീഡിയോ ഞാൻ ആക്കിയിട്ടുണ്ട്. അത് അവളുടെ നീയാക്കിയതാ? എടുത്തത് നീയാ? ഒരു സാരി എടുത്തല്ലേ? എന്തെങ്കിലും പറയൂ, ഇതെന്റെ വ്ലോഗാ. നമ്മുടെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നയാ. അടിപൊളി ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇരിട്ടിയിൽ വന്നാല് ഏറ്റവും ഫോട്ടോ എടുക്കാൻ സ്ഥലമാണ് ഫോട്ടോഷൂട്ടിന്. പറ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ? ഓക്കെ, താങ്ക് യു. കൊച്ചിനെ കൊണ്ട് പറയും ഇവിടെ വന്നിരുന്നിട്ട് എടുത്താൽ മതി. എന്താ ഏതാ ഇത് അങ്ങനെ നമ്മൾ അതെ ആവേശം ആവേശം. ഇന്നത്തെ ഡേ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ഡേ എങ്ങനെയുണ്ടായിരുന്നു? നല്ല നീതുബെന്നി ഒരു എന്താണ് എക്സ്പ്ലോറർ ആണ്. പുതിയ പുതിയ സ്പോട്ട് കണ്ടുപിടിച്ച് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. അതെ, ഞങ്ങളെല്ലാവരും ബിഗ് ഫാൻസ് ആണ്. പക്ഷെ ഇവള് പോയതിന്റെ ബാക്കില് ആണ് കുറച്ചുകൂടി നല്ല സ്ഥലം. അത് നമ്മളിപ്പോ അല്ലേ കണ്ടുപിടിച്ചത്. കണ്ണൂര് വരുന്നവര് ഇരിട്ടി വരുന്നവര് ആ സ്ഥലം മസ്റ്റ് ആയിട്ട് ഓക്കെ, നമ്മള് താഴെ ഇങ്ങനെ എഴുതി കാണിക്കാം. നെല്ലിക്കാമ്പൊയിൽ പോണം എല്ലാരും. നെല്ലിക്കാമ്പൊയിൽ പള്ളി കഴിഞ്ഞ് കുറച്ചൊന്ന് പോയി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞിട്ട് ലെഫ്റ്റോട്ട് പോയി. എന്താ ചെയ്യുന്നത്? ഷുഗർ കട്ട് അല്ലേ? ഇതെന്നാ ഇത്?
കയ്യിലെന്ന പപ്സാ ഷുഗർ കട്ടല്ലേ അല്ല ഇത് വിത്തൗട്ടാ. അതിൽ എഗ് ഉണ്ട്, എഗ് പ്രോട്ടീൻ. അതിനൊക്കെ നിനക്ക് ഷുഗർ കട്ടൊന്നുമില്ല? അതെന്താ ജിഫിന അവൻ റിക്രൂറ്റ് ചെയ്യും. ചായ നല്ല ചായ. ഇതൊരു കോമ്പറ്റീഷൻ. ഉറങ്ങുന്നവരെ എണീപ്പിക്കാൻ പറ്റും, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഗൈസ് ഞാൻ പോവാണ്. ഞാൻ ജിജി അമ്മേനെ മിസ് ചെയ്യും. ഇവിടെ പോകുമ്പോ എനിക്ക് ഭയങ്കര വിഷമം. ആക്ടിങ് അത് മനസ്സിലാവില്ല. ഫ്രെയിമൊക്കെ കറക്റ്റ് അല്ലേ? ഗായ്സ് ഞാൻ തിരിച്ച് കോഴിക്കോട് പോവാണ്. ഭയങ്കര വിഷമമുണ്ട്. ആദ്യമായിട്ട് വന്നിട്ട് ഇത്ര ഇന്നും മുടിപ്പിക്കാൻ പറ്റിയില്ല, അതിന്റെ ഒരു വിഷമമുണ്ട്. അതെ, അല്ലെങ്കിൽ 1 മാസം മിനിമം ഇപ്രാവശ്യം പിന്നെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഡൾ ഫീലാ. അതാ ലൈറ്റിന്റെ ബ്ലൂ ലൈറ്റും കിട്ടാൻ അപ്പൊ അടുത്ത വ്ലോഗിൽ കാണാം. പറ. അപ്പൊ എല്ലാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതെ. ഓക്കെ ബൈ. ഓക്കെ ബൈ. നിനക്ക് വിഷമൊന്നുമില്ല ഞാൻ പോകുന്നോണ്ട്? സന്തോഷാണോ? പിന്നെ സന്തോഷമില്ല, സങ്കടമില്ല. ഏടാ ഫേക്ക് ഫേക്ക്. അയ്യോ അനഘ അനഘ ഉണ്ടായിരുന്നു അവിടെ? അയ്യോ ചാറ്റ പറയായിരുന്നു.